ഈ ബംഗാളികളൊക്കെ പണിയോ? ഓടി വരുന്നു. എന്റെ പൊന്നേടാ, ദാസന്റെ പട്ടി കഴിക്കാൻ നടക്കും. ദാസന്റെ പട്ടിയോ? ഇതന്നെ നിന്റെ കയ്യില്? ഞാൻ KCB പോയി. കണ്ണൂരടിക്കാൻ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. വ്യൂസ് കൊണ്ടുപോയല്ലേ? വ്യൂസ് കൊണ്ടുപോയി. ഇനി ഇതുകൊണ്ട് കുത്തിയിട്ട് വേണം എനിക്ക് ചമ്മന്തി അരിച്ച് കഴിക്കാൻ. ഞാൻ എന്നാ പോക്കോട്ടെ. ചേട്ടാ, അവിടെ പട്ടി ഉണ്ട് കേട്ടോ. നീ പോയി ചമ്മന്തി അരി. ശരി. ശരി. ദാസിന്റെ പട്ടി ഉണ്ടല്ലോ, പേയുള്ള പട്ടിയാ കേട്ടോ. നീ ഒരു കാര്യം ചെയ്തു, കല്ലെടുത്ത് പിടിച്ചോ. കല്ലൊന്നും കൊടുക്കുന്നത് അവര് മടക്കി ഒരു അടി അടിക്കത്തേ ഉള്ളൂ. എന്നാലും ആ കൊച്ചന്റെ ഓട്ടം കണ്ടില്ലേ? എടാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറണ്ട് ചാർജ് ഇത്രയും ബില്ലടക്കേണ്ട കാര്യമൊന്നും ഇല്ല. എടാ, ഈ വെള്ളത്തിൽ നിന്ന് കറണ്ട് കിട്ടുന്ന ഡാം കിട്ടുന്നില്ലേ, അതുപോലെ തന്നെ സൗരോർജം, സോളാറ്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അണുവിസ്ഫോടനം വഴി കറണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് മാത്രം നമ്മൾ ബില്ലടക്കേണ്ട കാര്യമുണ്ട്. ഗവൺമെന്റ് സത്യം പറഞ്ഞാൽ നമ്മളെ പറ്റിക്കില്ലേ ചെയ്യുന്നത്. ഒരു കാര്യം വിട്ടു, പയറുവള്ളിയിൽ നിന്ന് കയറുണ്ടാക്കുന്നുണ്ട്. പയറുവള്ളിയോ? നമ്മുടെ ഈ നാട്ടു പയറുവള്ളി ഉണ്ടെന്ന്. ഈ പയറോ? പിന്നല്ലാതെ, ഞാൻ നേരിട്ട് കണ്ടാന്ന്. എവിടെ? സത്യമെന്ന് പറഞ്ഞു. ഞാൻ എന്നാ പറഞ്ഞ നിനക്ക് ഒരുമാതിരി ചിരിയുള്ളതാ. സത്യമെന്ന് നീ എന്നൊക്കെ പറഞ്ഞ ഞാൻ വിശ്വസിക്കുക. ഈ പയറുവള്ളിക്ക് എങ്ങനെ കറണ്ട് കിട്ടുന്ന കാര്യം എനിക്ക് മനസ്സിലായി. തെളിയിച്ചു, നീ വാ. നിന്നെ ആരാണ്ട് പറ്റിച്ചാടാ പയറുവള്ളി? എന്റെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ. പിന്നെ നിർത്തടാ എന്റെ രീതി. ആദ്യം ഒരു കാര്യം പറഞ്ഞ നീ അംഗീകരിക്കുക. ആദ്യം നീ അങ്ങോട്ട് നോക്കി കണ്ടോ. സംഭവം ശരിയാ കേട്ടോ. കണ്ട, ഇപ്പൊ മനസ്സിലായോ? ഈ പയറ് കൊള്ളിക്കകത്തു നിന്നൊക്കെ കറണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന്. ആണല്ലേ? പിന്നെ ആണെന്ന്. ഇപ്പൊ പുതിയൊരു അറിവും കൂടി ആയേ. പിന്നെ പക്ഷെ എന്തൊക്കെ പറഞ്ഞാല് പയറുകൊള്ളിക്കകത്തും തിരമാലക്കകത്തും ഡാമിന്നൊക്കെ ഉണ്ടാക്കിയാലും നമ്മുടെ ഈ കറണ്ട് ബില്ല് കൂടി തന്നെ നിൽക്കും. നമ്മൾ ഈ പയറ് മേടിച്ച് തോരൻ വെക്കുന്നല്ലേ, നമുക്കറിയാം ഇതിനകത്ത് കറണ്ട് ഉത്പാദിപ്പിക്കാന്നുള്ളത്. നമ്മൾ തോരൻ വെക്കുന്നു, അവര് കറണ്ട് ഉണ്ടാക്കും.